എപ്പോഴും കണ്ണും കരഞ്ഞ് തളർന്ന് എന്തിനാണ് എപ്പോഴും നീ വിഷമിച്ചിരിക്കുന്നത്? അതിൻ്റെ ഒന്നും യാതൊരുവിധ ആവശ്യവുമില്ല കേട്ടോ. വാശി പിടിക്കരുത്. എന്തിന് നീ നമ്മൾ അർഹതയില്ലാത്ത സ്നേഹത്തിന് വേണ്ടിയിട്ട് വാശി പിടിക്കരുത്. നമ്മൾ സ്നേഹിക്കുന്നതും കരുതുന്നതും പോലെ മറ്റുള്ളവർ അവരും തിരിച്ച് നമ്മളെ സ്നേഹിക്കണം കരുതണമെന്ന് വിചാരിക്കുന്നത് അത് വളരെ തെറ്റാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യരുത്. നമ്മളെന്നല്ല ആരും ചെയ്യരുത്. നമ്മൾ സ്നേഹിക്കുന്നതൊക്കെ നമ്മളവരെ സംരക്ഷിക്കുന്നതൊക്കെ നമ്മളവരെ കരുതുന്നതൊക്കെ അത് തിരിച്ചും നമുക്ക് അതുപോലെ കിട്ടുക എന്നുള്ളത് അത് എന്തോ പറയാം, അതങ്ങനെ കിട്ടില്ലടോ. നമ്മൾ എത്ര തന്നെ ആയാലും നമ്മളെ മക്കളിൽ നിന്നാലും ഭർത്താവിൽ നിന്നാലും അത് നമുക്ക് തിരിച്ച് ചിലപ്പോഴൊക്കെ കിട്ടാറുള്ളൂ. അത് കിട്ടണമെന്ന് നമ്മൾ വാശി പിടിക്കാൻ ഒരിക്കലും പാടില്ല കേട്ടോ. അതാണ് സത്യം എന്ന് പറയുന്നത്. നമുക്ക് ആരെ വേണോ സ്നേഹിക്കുകയും ചെയ്യാം, അത് തിരിച്ച് കിട്ടണമെന്ന് നമ്മൾ ഒരിക്കലും മോഹിക്കാൻ പാടില്ല കേട്ടോ. നമ്മളെ തന്നെ ഒന്ന് സ്നേഹിക്കുക. നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളെ തിരിച്ച് കരുതുന്ന ആൾക്കാർ നമ്മളും തിരിച്ച് കരുതുക എന്നുള്ളതാണ് കേട്ടോ. ആ കരുതൽ എപ്പോഴും നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാവും. അത് മാത്രമല്ല, നമ്മൾ ഈ ചിരിക്കുന്ന സമയത്ത് കാണുന്ന ആൾക്കാർ പിന്നെ കരയുന്നപ്പോഴും നമ്മളൊന്ന് തളർന്നു പോകുമ്പോഴും നമ്മുടെ ചുറ്റിനും ആരും കാണാറില്ല. പക്ഷേ നമ്മൾ ഈ താങ്ങായിട്ടും തണലായിട്ടും നമ്മളെ കരുതുന്നവരെ തിരിച്ചും നമ്മളതുപോലെ കരുതുകയും സ്നേഹിക്കുകയും സംരക്ഷിക്കുകയും ഒക്കെ ചെയ്യണം. അതിപ്പോൾ നമ്മൾ വാശി പിടിക്കരുതെന്ന് പറഞ്ഞാൽ നമ്മുടെ മക്കളുടെ അടുത്തായിരുന്നാലും ഭർത്താവിൻ്റെ അടുത്തായിരുന്നാലും നമ്മുടെ പാരൻസിൻ്റെ അടുത്തായിരുന്നാലും ആരടുത്തായിരുന്നാലും നമ്മൾ ഇതുപോലെയൊന്നും വാശി പിടിക്കാൻ പാടില്ല കേട്ടോ. നമ്മൾക്ക് അർഹതയുള്ളത് നമുക്ക് തന്നെ കിട്ടും. നമ്മൾ കൊടുക്കുന്നെന്തോ നമുക്ക് തിരിച്ച് കിട്ടും. അത്രയേ ഉള്ളൂ കേട്ടോ. പിന്നെ അത് മാത്രമല്ല കേട്ടോ, നമ്മളെ തന്നെ ഒന്ന് സ്നേഹിക്കുക. നമ്മുടെ ശരീരവും നമ്മുടെ മനസ്സും നമുക്കിഷ്ടമുള്ള ഒരുങ്ങി നടക്കുക, നമ്മളെ ഇഷ്ടത്തിനൊന്ന് ചിരിക്കുക, കരയുക, ഇതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് നമ്മുടെ സ്വാതന്ത്ര്യത്തിന് നമ്മൾ ചെയ്യുക. നമ്മൾ ചിന്തിക്കുക കേട്ടോ. മറ്റുള്ളവരെ കാര്യം ആലോചിച്ച് അല്ലെങ്കിൽ മറ്റുള്ളവരെ അവഗണിക്കുന്നു, നമ്മളെ ഇഷ്ടമില്ല അല്ലെങ്കിൽ നമ്മളെ മനസ്സിലാക്കുന്നില്ല എന്ന് ആലോചിച്ച് കരഞ്ഞുകൊണ്ടിരിക്കാതെ നമ്മുടെ ഇഷ്ടങ്ങളെയൊക്കെ നമ്മൾ നോക്കി നമ്മുടെ ഇഷ്ടത്തിന് ഒന്ന് ജീവിച്ച് നോക്കൂ. നമുക്ക് ഇതൊന്നും ഒരു അവഗണനയോ ഒന്നും അല്ലടോ. നമ്മളെ ജീവിതത്തിൽ നമ്മളെ തന്നെ സ്നേഹിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ നേടിയെടുക്കാനും നമ്മളൊരു പുതിയ ഒരാളായിട്ട് മാറാനും നമുക്ക് സാധിക്കും. അത് 100% ഉറപ്പാണ് കേട്ടോ. നമ്മളെ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കുക. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും എല്ലാവരും ഒപ്പം ഉണ്ടാവണമെന്നില്ല. നമ്മളെപ്പോഴും ഒറ്റയ്ക്കാണെന്ന് നമ്മളൊന്ന് മനസ്സിലാക്കുക കേട്ടോ. എപ്പോഴും നമ്മുടെ മക്കളായിരുന്നാലും ഭർത്താവായിരുന്നാലും പാരൻസ് ആയിരുന്നാലും ഫ്രണ്ട്സ് ആയിരുന്നാലും ശരി, എപ്പോഴും നമ്മുടെ ഒപ്പം ഉണ്ടാവാറില്ല. നമ്മളും പല സാഹചര്യങ്ങളിൽ അവരെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മിസ് ചെയ്യേണ്ടി വരും, ചിലപ്പോൾ നഷ്ടപ്പെടേണ്ടി വരും, ചിലപ്പോൾ അവരിൽ നിന്നെല്ലാം ഒറ്റപ്പെടേണ്ടി വരും. ആ സമയത്തൊക്കെ നമ്മൾ തന്നെ മാത്രമേ കാണുള്ളൂ. നമ്മുടെ ആരോഗ്യവും നമ്മുടെ എന്തോ പറയാൻ നമ്മുടെ ഒരു ആത്മവിശ്വാസവും ഒക്കെ മാത്രമേ നമുക്ക് കൂട്ടായിട്ട് നമുക്ക് കാണത്തുള്ളൂ. അതുകൊണ്ട് നമ്മളെ തന്നെ സ്നേഹിക്കുക കേട്ടോ. നമ്മൾ സ്നേഹിക്കുകയും നമ്മളെ കരുതുകയും നമ്മളെ തന്നെ നമ്മൾ സംരക്ഷിക്കുകയും ചെയ്യുക. ഒപ്പം നമ്മളെ താങ്ങായിട്ടും തണലായിട്ടും നിൽക്കുന്നവരെ നമ്മൾ ചെയ്യുക. അതായത് നമ്മളെ കരുതുന്നവരെ നമ്മൾ തിരിച്ചും കരുതുക. നമ്മൾ അവരൊന്നും വാശി പിടിക്കരുത്. നമ്മൾ സ്നേഹിക്കുന്നു കരുതുന്നു എന്ന് കരുതി അവരെ കയ്യിൽ നിന്നും സ്നേഹം നമുക്ക് അതുപോലെ തിരിച്ച് വേണമെന്ന് പറഞ്ഞ് വാശി പിടിക്കരുത്. അത് ഒരിക്കലും കിട്ടില്ല കേട്ടോ. ആ കിട്ടുന്നവരാണ് നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാകുന്നതെന്നും നിങ്ങൾ ചിന്തിക്കുക കേട്ടോ. അവരോട് നമ്മൾ സ്നേഹമായിട്ടും കരുതലായിട്ടും ഇരുന്നാലും ഒരു കുഴപ്പവും വരുന്നില്ല കേട്ടോ. അപ്പം എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താ പറയുക, ഞാൻ എൻ്റെ മനസ്സിൽ തോന്നിയ കാര്യങ്ങളാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. ചിലരൊക്കെ അങ്ങനെയാണ് കേട്ടോ. ചിലപ്പോഴൊക്കെ ഒരുപാട് പേര് ഇതൊക്കെ അനുഭവിക്കുന്നവരുണ്ട്. എല്ലാവരും എല്ലാം തുറന്ന് പറയണമെന്നും ഇല്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ എല്ലായിടത്തും കൂടെ പറഞ്ഞു, ഇതൊന്നും അനുഭവിക്കാത്ത ഒരാൾക്കാരും ഉണ്ട്. പക്ഷേ മനുഷ്യ ജീവിതത്തിൽ ഇതൊക്കെ സഹജമാണല്ലോ. എല്ലാവർക്കും എല്ലാ തരത്തിലുള്ള അനുഭവങ്ങളും ഒക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ. അപ്പോൾ എത്രയൊക്കെ തന്നെ എന്താ പറയുക കംഫർട്ടായിരുന്നാൽ പോലും എന്തെങ്കിലുമൊക്കെ ഇതുപോലത്തുള്ള ചെറിയ ചെറിയ അനുഭവങ്ങൾ നമുക്ക് എന്താ പറയുക എല്ലാവരിൽ നിന്നും ഉണ്ടായില്ലെങ്കിലും ഒരാളിൽ നിന്നെങ്കിലും നമുക്ക് ഉണ്ടാകാറുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ എന്താ പറയുക നമ്മളെ തന്നെ നമ്മൾ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയൊക്കെ ചെയ്യുക. നമ്മളിഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക കേട്ടോ. നമ്മളെപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ബിസി ആയിരിക്കുക. ആ ബിസി ആയിരിക്കുമ്പോൾ തന്നെ നമ്മളെ സങ്കടങ്ങളും വിഷമങ്ങളും ഒക്കെ ഏറെക്കുറെ മാറിക്കിട്ടും കേട്ടോ. നമ്മൾ ബിസി ആയിരിക്കും തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ബിസി ആയിരിക്കും കേട്ടോ. ഞാൻ ജെമിനിയിലിട്ട കുറച്ച് ഫോട്ടോസാണ് കേട്ടോ. ജെമിനിയിലിട്ട് ഇതുപോലത്തെ ഫോട്ടോയൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് നല്ല രസമാണ് കേട്ടോ. അപ്പം നമുക്ക് എളുപ്പപ്പണി ഒരുങ്ങിക്കെട്ടി ഇങ്ങനെ വീഡിയോ എടുക്കണ്ടല്ലോ, ഫോട്ടോയൊന്നും എടുക്കണ്ടല്ലോ, ജെമിനി തന്നെ തയ്യാറാക്കി തരും കേട്ടോ. അപ്പോൾ എത്രയുള്ള കൂട്ടുകാരെ വീഡിയോ. ഓക്കെ, ബൈ.